ഹാരിസ്, ഇന്ന് രാവിലെ നമ്മൾ രാവിലെ 10 മണിക്ക് ഈ വാർത്ത കൊടുക്കുമ്പോൾ എൻ്റെ ഫോണിലേക്ക് വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമായി വന്ന കുറേയധികം മെസ്സേജുകൾ ഒന്നും മാത്രം ഞാൻ വായിക്കാം. സാറ് പറഞ്ഞ 100% സത്യമാണ്. എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഞാൻ കല്ലെടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എല്ലാ സാധനങ്ങളും എന്നെ കൊണ്ട് പുറത്തുനിന്ന് വാങ്ങിപ്പിച്ചു. സാറ് പറഞ്ഞ സത്യം മാത്രമാണ് എന്ന് പറയുന്നു. 2, ഒരു കൊളസ്ട്രോളിന് മരുന്ന് പോലും മെഡിക്കൽ കോളേജിൽ അവൈലബിൾ അല്ല, എല്ലാ മരുന്നും പുറത്തുനിന്ന് വാങ്ങണം. ഹാരിസ് ഡോക്ടറെ പോലെ നല്ലൊരു മനുഷ്യനെ ദ്രോഹിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു കൈക്കൂലി പോലും അദ്ദേഹം വാങ്ങില്ല. പാവപ്പെട്ടവർക്ക് എല്ലാ സഹായവും ആ മനുഷ്യൻ ചെയ്തു കൊടുക്കും. നിങ്ങൾ പത്രക്കാരും അദ്ദേഹത്തിനൊപ്പം ഉറച്ചു നിൽക്കണം. അപേക്ഷയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് വ്യക്തിപരമായി വന്ന സന്ദേശങ്ങൾ വായിക്കുകയായിരുന്നു ഡോക്ടർ. അപ്പോൾ ഇത് മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അടക്കം കുറേയധികം ഡോക്ടറുടെ നേർക്കുനേർ അനുഭവമുള്ള രോഗികളും അല്ലാത്തൊരു മനുഷ്യർ എനിക്ക് മെസ്സേജ് അയച്ചു. ആ സ്നേഹം വെറുതെ വരുന്നതല്ല, അത് പാവങ്ങളെ അല്ലെങ്കിൽ രോഗികളെ ഹൃദയപൂർവ്വം നോക്കി ചേർത്ത് പിടിക്കുന്നതിനുള്ള സ്നേഹമാണ്. ആ സ്നേഹം ആർജിച്ചെടുക്കുന്നതിന് ആദ്യം തന്നെ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിക്കുന്നു ഡോക്ടർ. ഈ പറയുന്ന അനുമോദനങ്ങളോ സത്യസന്ധനായ ഡോക്ടറോ എന്ന മന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഡോക്ടറെ തൃപ്തിപ്പെടുത്താൻ പോകുന്നതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡോക്ടർക്ക് മനസ്സമാധാനം ഉണ്ടാവണമെങ്കിൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ പരിഹാരമുണ്ടാക്കണം. ഈ കാര്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചു. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഉപകരണങ്ങൾ അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എപ്പോൾ ഉപകരണം എത്തുമെന്നും താങ്കൾ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് എത്ര പെട്ടെന്ന് പരിഹാരം കാണുമെന്നുമാണ് ഇപ്പോഴുമുള്ള പ്രതീക്ഷ. ഡോക്ടർ ഹാരിസ്, ഇത് എന്തായാലും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞത് എനിക്ക് വളരെ പ്രോത്സാഹനകരമായിട്ട് തോന്നുന്നുണ്ട്. അത് മന്ത്രിയുടെ വാക്കുകളെ ഞാൻ വിശ്വസിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് ഉപകരണങ്ങൾ എത്തും എന്നും ഓപ്പറേഷൻ തടസ്സമില്ലാതെ നടത്താൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഡോക്ടർ ഹാരിസ് ഹസൻ, ഇത് താങ്കൾ അത് പുറത്തു പറയണമെങ്കിൽ ഒരു ആർജവം ഉണ്ടായാൽ മതിയാവുകയുള്ളൂ. ഇപ്പോൾ പല മെഡിക്കൽ കോളേജുകളിലും പല സർക്കാർ ആശുപത്രിയിലും പ്രശ്നമുണ്ടാകാം. അത് പുറത്തു പറഞ്ഞാൽ ഈ പറയുന്ന സർവീസ് ചട്ടം അല്ലെങ്കിൽ അച്ചടക്ക നടപടിയുടെ വാള് ഇപ്പോൾ താങ്കൾ തന്നെ ഒരുപക്ഷെ നടപടി ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നൊരു ആർജവത്തിൽ പുറത്തേക്ക് പറയുന്നത് ആണല്ലോ. അങ്ങ് ദീർഘകാലം സർവീസിലുള്ള ആളാണ്. ഇത് അങ്ങയുടെ സർവീസ് കാലയളവിൽ ഈ അനുഭവം ഇതാദ്യമായി ഉണ്ടാവുന്നതാണോ ഡോക്ടർ ഹാരിസ് ഹസൻ? ഇത് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം എനിക്ക് ഇത്തരത്തിൽ ഞാനിപ്പോൾ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു വിഷയം ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ വലിയ ഇതിനകത്ത് എന്താണ് അതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് എനിക്ക് ഒരു പരിധിവരെ എനിക്ക് ഊഹിക്കാൻ കഴിയും. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കാളും ഞാൻ കൂടുതൽ ബലം കൊടുക്കുന്നത് രോഗികൾക്കുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഇത് എനിക്ക് വേറെ വിഷമങ്ങളില്ല. പിന്നെ എനിക്കുണ്ടാകുന്ന പേഴ്സണൽ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതിനേക്കാൾ ഉപരി മറ്റ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ. ഡോക്ടർ ഹാരിസ്, ഞാൻ ചോദിച്ചത് താങ്കൾ ഫേസ്ബുക്കിൽ ഇട്ട അനുഭവത്തെക്കുറിച്ചല്ല. ഈ പറയുന്ന ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അതിനുവേണ്ടി പിന്നാലെ നടന്നിട്ടും അത് കിട്ടാതാവുന്ന ഇപ്പോൾ അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ കൃത്യമായി തന്നെ മനസ്സിലാകും. ഇത് പരസ്യമായി പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എല്ലാ ലെവലും നമ്മളിപ്പോൾ ക്ഷമയോടെ നെല്ലിപ്പല കാണുക എന്ന് പറയില്ലേ, ആ നെല്ലിപ്പലകയിൽ നിന്നുകൊണ്ട് എഴുതിയ വാക്കുകളാണ്, വരികളാണ്. അത് ഉറപ്പായും വൈകാരികമാണ്, ഉറപ്പായും ഇമോഷണൽ ആണെന്ന് ആരും തർക്കമില്ല. ആ വൈകാരികമാകുമ്പോൾ ഉറപ്പായും നമ്മുടെ ഭാഷയ്ക്ക് മൂർച്ച കൂടും, തീർച്ച കൂടും, അതൊക്കെ ശരിയാണ്. ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന അനുഭവങ്ങൾ, ഈ പറയുന്ന ചുവപ്പ് നാട അല്ലെങ്കിൽ മന്ത്രി തന്നെ പറയുന്നത് പോലെ സിസ്റ്റത്തിൻ്റെ പരാജയം ഒക്കെ അങ്ങേക്ക് നേരത്തെയും ബോധ്യമുള്ള അനുഭവമുള്ള കാര്യമാണോ ഡോക്ടർ? ആണ്. ഞാൻ ഈ സർവീസിൽ കയറിയിട്ട് വർഷങ്ങൾ ഒരുപാടായി. അപ്പോൾ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടിരുന്നു, കോട്ടയത്ത് ഇരുന്നിട്ടുണ്ട്, അപ്പോൾ ഇവിടെ ഇരിക്കുന്നു. അപ്പോഴൊക്കെ ഇതുപോലുള്ള ഡിലേകളൊക്കെ അന്നും വളരെയധികം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും ഇതുപോലെ സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒരു ടെക്നോളജി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ശബ്ദം കേൾക്കാൻ ആരും തയ്യാറായിരുന്നില്ല. നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ നമ്മൾ പ്രതികരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം എത്തിയത്. അപ്പോൾ നമുക്കതിനെ പറ്റി ഞാനത് അധികാരികളുടെ ശ്രദ്ധയിൽ വരെ എത്തട്ടെ എന്നുള്ള രീതിയിൽ നമ്മളത് ഫേസ്ബുക്കിൽ അതിനെപ്പറ്റി എഴുതിയതാണ്. ഡോക്ടർ ഹാരിസ്, ഇത് ഇവിടെ പ്രശ്നപരിഹാരത്തിന് ആദ്യം ഉണ്ടാവേണ്ടത് എന്താണ്? പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കലാണ് അല്ലേ? അപ്പോൾ ഈ ഡി എം ഇ പറയുന്നത്, താങ്കൾ പറയുന്നു 4-ൽ 3 ശസ്ത്രക്രിയ മുടങ്ങിയും താങ്കൾ പറയുമ്പോൾ 4-ൽ 1 ശസ്ത്രക്രിയ മാത്രമേ മുടങ്ങിയിട്ടുള്ളൂ എന്ന് ഡി എം ഇ പറയുകയാണ്. ഇപ്പോൾ ശസ്ത്രക്രിയ മുടങ്ങിയ രോഗികൾ എവിടെ പോകുന്നില്ലല്ലോ, അവരവിടൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ, ആർക്ക് പോയാലും അന്വേഷണം കണ്ടെത്താവുന്നതാണല്ലോ. എന്തിനാണ് ആ കവറപ്പ് ഡോക്ടർ?
അല്ല, അതാണ് ഞാനും ചോദിക്കുന്നത്. എന്തിനാണ് ഈ കവറപ്പ് ചെയ്യുന്നത്? നമ്മൾ സത്യം അത് സത്യമാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രശ്നത്തിന് പകുതി പരിഹാരമായി. അപ്പോൾ നമ്മളത് അപ്പോഴും അതും കവറപ്പ് ചെയ്യുക എന്ന് പറയുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ കൂടുതൽ അത് അങ്ങനെ പ്രശ്നങ്ങളായിട്ട് തന്നെ അവശേഷിക്കുന്നത്. അത് നമുക്കത് പരിഹരിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം തേടാൻ പറ്റും. എന്താണ് അതിനകത്തുള്ള പ്രശ്നം എന്ന് അദ്ദേഹത്തിന് എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാം. അദ്ദേഹം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഉള്ള ആളാണ്. അദ്ദേഹത്തിന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് ഇതിന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉള്ള നടപടികൾ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇത് നമ്മൾ കവറപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് ഒരു ഓപ്പറേഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇനി അടുത്തുള്ള ദിവസങ്ങളിലും അത് തുടർച്ചയായിട്ട് മുടങ്ങുന്ന അങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ അത് അന്ന് ഒരു ദിവസം മുടങ്ങി, ഇനി അടുത്ത ദിവസങ്ങളിലും മുടങ്ങും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിനൊക്കെയുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്ക് പെട്ടെന്ന് എത്തിച്ചു തരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ എണ്ണം പറഞ്ഞ് പരസ്പരം അങ്ങോട്ട് തർക്കിച്ചിട്ട് കാര്യമില്ല. ശരി ഡോക്ടർ, ഇനിയിപ്പോൾ DME പറയുന്ന 1 ആണെന്ന് വെക്കൂ. ശരി, ഇപ്പോൾ ഇനി DME പറയുന്ന 1 ആണ് എന്ന് വെക്കൂ, വാദത്തിന് വെക്കൂ. ഡോക്ടർ, ഈ താങ്കൾ ചികിത്സിക്കുന്ന യൂറോളജി ആണ്. മൂത്രസംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, കിഡ്നി സ്റ്റോൺ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ അങ്ങേയറ്റത്ത് ഒരു മനുഷ്യന് താങ്ങാൻ കഴിയാത്ത കിഡ്നി സ്റ്റോണൊക്കെ മൂർച്ഛിച്ച് കഴിഞ്ഞാൽ, അതിന് ശസ്ത്രക്രിയ പോയി കഴിഞ്ഞാൽ വല്ലാത്ത വേദനയല്ലേ? ഞാൻ പറയുന്നത്, ഇപ്പോൾ താങ്കളുടെ മകൻ്റെ പ്രായമുള്ള ഒരു പയ്യനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അവൻ പരീക്ഷ അതിനിടയ്ക്ക് വേദന അനുഭവിച്ചുകൊണ്ട് പരീക്ഷ എഴുതുന്നു, പിന്നെയും വരുന്നു, കൊടിയ വേദനയിൽ പിന്നെയും തുടരുന്നു. ഞാൻ പറഞ്ഞ ഡോക്ടർ അഡ്രസ്സ് ചെയ്യുന്നത് ഈ യുവാക്കൾ, അല്ലെങ്കിൽ അങ്ങയുടെ മകൻ എൻ്റെ പ്രായമുള്ള മറ്റൊരു യുവാവ് അനുഭവിക്കുന്ന കൊടിയ വേദനയാണ് എന്ന സീരിയസ്നെസ്സിൽ ആരെങ്കിലും കാണാത്ത പ്രശ്നം. ഡോക്ടർ, ഈ രോഗികളുടെ അവസ്ഥ, ഈ ഓപ്പറേഷൻ വൈകിയാലുള്ള അവസ്ഥ എന്താണ്? അവരനുഭവിക്കുന്ന വേദന എങ്ങനെയാണ്? അല്ലാതെ നമുക്ക് തന്നെ അറിയാമല്ലോ. നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അത് അതിനുള്ള പരിഹാരം വേണമല്ലോ. അത് എത്രയും പെട്ടെന്ന് ആ അസുഖത്തിൽ നിന്ന് മുക്തനാകാനുള്ള ശസ്ത്രക്രിയ ആണെങ്കിൽ ശസ്ത്രക്രിയ, മരുന്നുകളാണെങ്കിൽ മരുന്നുകൾ. അപ്പോൾ നമുക്ക് അഡ്മിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകരണങ്ങളില്ല, അത് നമ്മൾ ഓപ്പറേഷൻ മുടങ്ങിയാൽ നമുക്ക് കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന മരുന്നുകൾ ഉപയോഗിച്ച് അവരുടെ വേദനയൊക്കെ നിയന്ത്രിച്ച് കൊടുക്കുക. ഉപകരണം വരുന്നവരെ അവരെ നമുക്ക് നിരീക്ഷിക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. ശ്രീ ഹാരിസ് ഹസൻ, ഇവിടെ താങ്കൾ പറഞ്ഞു, ഇപ്പോൾ ഈ പറയുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ശസ്ത്രക്രിയയുടെ കണക്കെടുത്താൽ ചെറുതല്ലാത്ത ഓപ്പറേഷൻ അവിടെ നടന്നു. ഇപ്പോൾ ഇന്ന് ആരോഗ്യമന്ത്രി ആ കണക്കിനെ പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ആ ഉപകരണം ഇല്ലാതാവുന്നതിലൂടെ, അല്ലെങ്കിൽ ആ ഉപകരണത്തിൻ്റെ ആക്സസറീസ് ഇല്ലാതാവുന്നതിലൂടെ, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് ഇപ്പോൾ ഇൻഎഫക്റ്റ് ആ ഉപകരണം പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ എത്ര ശസ്ത്രക്രിയ നടന്നോ അത്ര ശസ്ത്രക്രിയ നടക്കുന്നില്ല എന്നുകൂടി അതിനർത്ഥമില്ലേ ഡോക്ടർ ഹാരിസ് ഹസൻ? അതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഓപ്പറേഷനുകൾ ഉൾപ്പെടുത്താറുണ്ട്. കാരണം ഏതെങ്കിലും പേഷ്യൻസ് ഇതുപോലെ പിന്നെ അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഓപ്പറേഷൻ മാറിപ്പോവുകയോ ഉപകരണങ്ങളുടെ പ്രശ്നങ്ങൾ കാരണം മാറിപ്പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സമയം നമ്മൾ വേസ്റ്റാക്കാതിരിക്കാൻ വേണ്ടി അടുത്ത ഓപ്പറേഷൻ, കാരണം നിരന്തരം പേഷ്യൻസ് ഒരുപാട് പേര് വരുന്നവരാണ്. അപ്പോൾ ഈ സമയം നമുക്ക് ഫലപ്രദമായിട്ട് വിനിയോഗിക്കണം. വേണമെങ്കിൽ നമുക്ക് ഉപകരണം കേടാണ്, ഇന്ന് ഓപ്പറേഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇറങ്ങി നേരത്തെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പോകാം. പക്ഷെ അതല്ലല്ലോ ശരി. അതുകൊണ്ട് നമ്മൾ ഒരെണ്ണം ഓപ്പറേഷൻ മുടങ്ങിയാൽ മറ്റ് ഓപ്പറേഷനുകൾ, മറ്റ് സംവിധാനങ്ങൾ ചെയ്യാവുന്ന ഓപ്പറേഷനുകൾ നമ്മൾ എന്തായാലും അത് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേഷനിലെ ലിസ്റ്റുകളുടെ എണ്ണത്തിൽ കൂടുതൽ പേഷ്യൻസ് എല്ലാ പ്രാവശ്യവും ഇടുന്നത്. ഒരു പേഷ്യൻറ്റിൻ്റെ മുടങ്ങിയാൽ നമ്മൾ മറ്റ് ചെയ്യും. അപ്പോൾ ടോട്ടൽ കൗണ്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ആ പർട്ടിക്കുലർ ഓപ്പറേഷൻ നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് സീരിയസ് ആയിട്ട് കാണേണ്ട വിഷയം. അതിന് എന്ത് ചെയ്യാൻ പറ്റും? അല്ലാതെ മൊത്തം ഓപ്പറേഷൻ ഇത്ര നടന്നല്ലോ എന്നല്ല. ഒരു രോഗിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പോലും അത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. അത് ഒരാളിൻ്റെ, ആ വ്യക്തിയുടെ, അയാളെ സംബന്ധിച്ച് അതാണ് അയാൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയം. അത് ചെയ്യേണ്ടത് അത് കൃത്യസമയത്ത് ചെയ്യണം. അത് നമുക്ക് ഇനിയും ആ ഉപകരണങ്ങൾ വന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് എത്ര അടിയന്തരമായിട്ട് അത് ചെയ്തു തരികയാണ് വേണ്ടത്. അല്ലാതെ നമുക്ക് മറ്റ് കണക്കുകൾ പറഞ്ഞാൽ അന്ന് വേറെ കുറേ ഓപ്പറേഷൻ ചെയ്തില്ലേ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇയാളുടെ വേദന മാറുന്നത്? ഇയാളുടെ ബുദ്ധിമുട്ട് അങ്ങനെ തന്നെ നിൽക്കുകയല്ലേ. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു വ്യക്തിയുടെ സർജറിക്ക് പലവിധമായി 12ഓളം ഉപകരണങ്ങൾ പല രീതിയിൽ വേണ്ടി വരുന്നു. ഇതിലേതെങ്കിലും ഒരു ഉപകരണത്തിൻ്റെ ഏതെങ്കിലും ഒരു
ഒരു പാർട്ട് ഇല്ലാതായി കഴിഞ്ഞാൽ ആ ശസ്ത്രക്രിയ മുടങ്ങും, ഇന്നഫക്റ്റ് ആ ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവുക. അതേസമയം തന്നെ ആ ഉപകരണത്തിന് ബാക്കി എല്ലാ സംവിധാനങ്ങളും ഉണ്ട് താനും. ഇപ്പോൾ ഒരു കോഡോ ഒരു ട്യൂബോ, ഇപ്പോൾ താങ്കൾ തന്നെ ഇപ്പോൾ ഈ 30 ഡിഗ്രി ടെലസ്കോപ്പിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ സാങ്കേതിക വിഭാഗത്തിൽപ്പെട്ട ആരോ ഒരാൾ കുത്തി ഒടിച്ചതാണെന്നൊക്കെ ഒരു കേസൊക്കെ ഇടയ്ക്ക് വന്നതാണ്. അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഡോക്ടർ, അങ്ങനെയും ഇപ്പം ഈ പറയുന്ന ഉന്തിൻ്റെ കൂടെ തള്ളെന്ന് പറയുന്ന മട്ടിൽ അങ്ങനെയും ഒരു പ്രശ്നം അവിടെ ഉണ്ടോ? അങ്ങനെ മനഃപൂർവ്വം ഉപകരണങ്ങൾ കേടാക്കുക എന്നാരെങ്കിലും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നുണ്ടോ ഡോക്ടർ? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ഉപകരണങ്ങൾ തനിയെ അങ്ങനെ ഒരു ഡോക്ടറും ഒരു പണിക്കാരനും അവരുടെ ഉപകരണങ്ങൾ, ഒരു മേശരിയാകട്ടെ ഒരു കൽപ്പണിക്കാരനാകട്ടെ, അവരുടെ ഉപകരണങ്ങൾ എത്ര പവിത്രമായിട്ട് കാണുന്നുവോ അതുപോലെ പവിത്രമായിട്ടാണ് ഒരു ഡോക്ടറും അദ്ദേഹം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കാണുന്നത്. അത് തൂത്ത് തുടച്ച് വൃത്തിയാക്കി എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് ദുരാരോപണമായിരുന്നു. അത് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അത് മനുഷ്യാവകാശ കമ്മീഷൻ അത് കേസാക്കി. അത് ഞാൻ അദ്ദേഹത്തിന് കാര്യങ്ങൾ അതിനെപ്പറ്റി വിശദമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. ഈ കേടായി എന്ന് പറയുന്ന ഉപകരണം അത് യഥാർത്ഥത്തിൽ അത് ആരും കേടാക്കിയതല്ല എന്ന് അതിൻ്റെ എക്സ്പെർട്ട് കമ്മിറ്റി അത് എൻക്വയറിയിൽ കണ്ടെത്തുകയും ആ ഉപകരണം അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞ് അതിൻ്റെ കമ്പനി സർവീസ് അത് പ്രൊവൈഡ് ചെയ്ത കമ്പനി തന്നെ തിരിച്ചു കൊണ്ടുപോയി അത് റിപ്പയർ ചെയ്ത് തിരിച്ചു തരികയും ദീർഘനാൾ അത് ഉപയോഗിക്കുകയും ചെയ്തതാണ്. അങ്ങനെ ആ ഒരു വിഷയത്തിൽ യാതൊരു കഴമ്പുമില്ല. എങ്ങനെ മനഃപൂർവ്വം ഉപകരണം കേടാക്കുന്ന ഒരു ഡോക്ടർമാരും ഇന്ന് മെഡിക്കൽ കോളേജിലില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അങ്ങനെയൊന്നും ആരും കാരണം ഇത് ഇത്രയും ബുദ്ധിമുട്ടി കിട്ടുന്ന ഒരു ഉപകരണം എങ്ങനെയെങ്കിലും സംരക്ഷിക്കുക, എത്ര മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ എന്തുകൊണ്ട് ഇതിൻ്റെ ലൈഫ് സ്പാൻ കുറയുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂളിലെ ബസ് അല്ലെങ്കിൽ കാറ് എങ്ങനെയാണ് ഡ്രൈവിംഗ് സ്കൂളിലെ കുട്ടികൾ ഉപയോഗിക്കുന്നത്, അപ്പം അതുപോലെ നമുക്ക് ഒരുപാട് PG വിദ്യാർത്ഥികളെ നമ്മൾ പഠിപ്പിക്കുകയും വേണം, അവർക്ക് സർജറി ചെയ്ത് പഠിക്കുകയും വേണം. അപ്പോൾ അവർ കൂടെ ചെയ്ത് കേസ് ചെയ്യുമ്പോൾ നമ്മൾ പലരും ഉപയോഗിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും അതിന് ഉപകരണത്തിൻ്റെ കാലാവധി കുറയും. അത് ഒരു ഫാക്റ്റ് തന്നെയാണ്. അതിപ്പോൾ അല്ലാതെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു ഡോക്ടർ സ്വന്തം ഉപകരണങ്ങൾ ദീർഘനാൾ ഉപയോഗിക്കുന്നത് പോലെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരിക്കലും നടക്കില്ല. കാരണം ഇത് പല ഡോക്ടർമാരാണ്, പല ടെക്നീഷ്യന്മാരും സപ്പോർട്ടിംഗ് സ്റ്റാഫുണ്ട്, പിന്നെ കൂടുതൽ PG വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം. അവർക്ക് കേസുകൾ ചെയ്തും അസിസ്റ്റ് ചെയ്തും ഒക്കെ പഠിച്ചെങ്കിലേ അവർക്കും നാളെ വെളിയിലിറങ്ങുമ്പോഴേക്കും സ്വന്തമായിട്ട് കേസുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അങ്ങനെ ആ ലൈഫ് സ്പാൻ, അതിൻ്റെ ഉപകരണങ്ങളുടെ ലൈഫ് സ്പാൻ കുറയും. പിന്നെ ഇപ്പോഴത്തെ പുതിയതായിട്ട് വരുന്ന ഉപകരണങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. പലതിനും ലോക്ക് സിസ്റ്റം ഉണ്ട്. ഒരു പർട്ടിക്കുലർ കേസിൻ്റെ നമ്പർ കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് കേടാവും, അല്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമാകും. അങ്ങനെയാണ് പുതിയ ലോക്കിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. പിന്നെ ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും അവർക്ക് ഒരു പർട്ടിക്കുലർ കാലാവധി കഴിയുമ്പോൾ അത് പെട്ടെന്ന് കേടാകത്തക്ക രീതിയിലാണ് അത് ഉണ്ടാക്കി ഇടുന്നത് തന്നെ. അപ്പോൾ ഇപ്പം ഈ 30 ഡിഗ്രി ടെലസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് കാലത്ത് കിട്ടിയിരുന്ന ടെലസ്കോപ്പ് കഴിഞ്ഞാൽ 15-18 വർഷം ഉപയോഗിച്ചിരുന്ന ടെലസ്കോപ്പുകളുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള കിട്ടുന്ന ടെലസ്കോപ്പുകൾ എത്ര നല്ല കമ്പനിയുടെ ആയാലും അത് 1 വർഷമോ അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും അതെങ്ങനെയെങ്കിലും അതിൻ്റെ ക്ലാരിറ്റി കുറയുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരികയും ചെയ്യും. അത് ഡാമേജ് ആകും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഉപകരണങ്ങളെ അങ്ങനെ തടസ്സം കൂടാതെ നമുക്ക് കിട്ടണം. അല്ലാതെ അത് എന്തുകൊണ്ട് മനഃപൂർവ്വം കേടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ അതിൽ വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കത് മനഃപൂർവ്വം കേടാക്കുന്നുണ്ട് എന്താണ് പ്രയോജനം? ഒരു പ്രയോജനമില്ല. മനഃപൂർവ്വം കേടാക്കിയാൽ നമുക്ക് തന്നെ ഡോക്ടർമാർക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്.